സർക്കാർ കണ്ണു തുറന്നില്ലെങ്കിൽ നാളെ ഞങ്ങൾ ഈ പാലം തുറന്ന് പൊതുജനങ്ങൾക്ക് വേണ്ടി കൊടുക്കുമെന്ന് ഇവിടെ ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. സംഘടനയുടെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഞാൻ പ്രഖ്യാപിക്കുകയാണ്. നാളെ ഇവിടെ ഈ പാലം ഗവൺമെന്റ് എത്രയും പെട്ടെന്ന് തുറക്കാൻ തയ്യാറാകാതിരുന്നാൽ ഞങ്ങൾ മനുഷ്യാവകാശ സംഘടന ഒന്നിച്ചൊന്നായി ജനങ്ങളെയും കൂട്ടി വന്ന് ഈ പാലം തുറക്കുന്നതായിരിക്കും. ഈ പാലത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ആര് നടത്തുന്നു എന്ന് നമുക്ക് പ്രശ്നമല്ല. എത്രയും പെട്ടെന്ന് നടത്തി ജനങ്ങൾക്ക് യാത്രാ സൗകര്യം ഒരുക്കിക്കൊണ്ട് ഈ യാത്ര ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് പരിഹാരം കാണുവാൻ സർക്കാർ മുന്നോട്ട് വരണം. വന്നില്ലെങ്കിൽ അതൊരു ജനകീയ സമരമായി സംഘടന നേതൃത്വത്തിൽ നടക്കും. ഈ അരിച്ചു കഴിഞ്ഞിട്ട് മോർച്ചറിയിൽ വെച്ചിരിക്കുന്ന പോലെ ഈ പാലം ഗവൺമെന്റ് മോർച്ചറിയിൽ വെച്ചിരിക്കുകയാണ്. 2-ാം തീയതി എന്ന് പറഞ്ഞത് അവർക്കത് എന്തിനാണ് മാറ്റിയതെന്ന് പോലും പറയുന്നില്ല. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം, ഈ 15-ാം തീയതിക്ക് മുമ്പായിട്ട് ഈ പാലം തുറന്നു കൊടുത്ത് ജനങ്ങൾക്ക് തുറന്നു കൊടുത്തില്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യ സമര മുന്നേറ്റ ജാഥ ഈ 15-ാം തീയതി ഈ പാലത്തിൽ കൂടി വീതിപാലം നടത്താൻ തീരുമാനിക്കും. അല്ലെങ്കിൽ ഈ കാണിക്കുന്ന കാര്യങ്ങൾക്കൊന്നും വേറെ ഒരു രാജ്യത്തെയും ജനങ്ങൾ സഹിക്കത്തില്ല. ബംഗ്ലാദേശിലെ രാജാതിരാജയായിട്ടിരുന്ന ഹസീനായ ഒരു ദിവസം കൊണ്ടാണ് വേറെ ആരുമില്ല ഒരു വിദ്യാർത്ഥി സമരം നടത്തിയതിന് ശേഷം അവർ തള്ളിക്കയറിയപ്പോഴാണ് ഓടിപ്പോയത്. ഇവിടെ ഗവൺമെന്റ് അങ്ങനെ ഈ പറയുന്ന മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിമാരും ഓടിപ്പോകാൻ ഒരു ബുദ്ധിമുട്ടുള്ള, പക്ഷെ മന്ത്രിമാർക്ക് സമയമില്ല എന്നൊരൊറ്റ പോയിന്റാണ് ഈ പറയുന്നത്. അവർക്ക് സമയമില്ല. ആ 2-ാം തീയതി ആദ്യം ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചതാണ്. പക്ഷേ ആ മന്ത്രി മാറ്റി ആ മന്ത്രിയെ വേണ്ട വേറെ വേണമെന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി വരാമെന്ന് പറയുന്നു. ഇത് ആര് വരുമെന്ന് ഇപ്പൊ ആർക്കും MLA പോലും അറിയാൻ വയ്യാത്തൊരു സംഭവമാണിത്. മുഖ്യമന്ത്രിയുടെ മരുമകൻ വന്ന് ഉദ്ഘാടനം ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞ് അമ്മാവനത് വെച്ചു കൊടുത്തു, അത് ഏറ്റെടുത്തു. ഇപ്പൊ അമ്മാവനെ കാണാൻ മരുമകനെ കാണാൻ ഓൺലൈനായിട്ടെങ്കിലും ഉദ്ഘാടനം ചെയ്ത് നാളെ തന്നെ ഇത് പൂർത്തീകരിക്കണമെന്നുള്ള അപേക്ഷയാണ് എനിക്ക് ഗവൺമെന്റിനോട് വെക്കാനുള്ളത്. ഈ പാലം അതിനു മുമ്പ് തുറന്നു കൊടുത്തില്ലെങ്കിൽ ഈ ജനങ്ങൾ ഈ നീതിഭാരതത്തിന്റെ നേതൃത്വത്തിൽ തുറന്നു കൊടുക്കും. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിരിക്കുകയാണെന്നുള്ളത് മാത്രം പറഞ്ഞു. മാളിയേക്കൽ മേൽപ്പാലം എത്രയും വേഗം ഗവൺമെന്റ് നീതി പാലിക്കുക. പൊതുജനങ്ങളുടെ ന്യായമായ ആവശ്യം അംഗീകരിക്കുക. നീതി ഫോറം സിന്ദാബാദ്. നീതി ഫോറം പ്രതിഷേധ സമരം സിന്ദാബാദ്. മാളിയേക്കൽ പാലം ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുക. മാളിയേക്കൽ പാലം ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുക. സർക്കാരിന്റെ അനാസ്ഥ അവസാനിപ്പിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ഈ സമരം ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ വയനാട്ടിൽ മുണ്ടക്കൈ, ചൂരുമല തുടങ്ങിയ പ്രദേശങ്ങളിൽ അവിചാരിതമായി ഉണ്ടായ പ്രകൃതിക്ഷോഭത്താൽ അനേക മനുഷ്യർ അവിടെ നഷ്ടപ്പെട്ടു. അപ്പോൾ ആ ബാബാലവൃദ്ധൻ ജനങ്ങൾ, അത് കുട്ടികളടക്കമുള്ള സ്ത്രീകളടക്കമുള്ള ഒരു വലിയ ശതമാനം ജനങ്ങൾ ഈ പേമാരിയിലും ഉരുൾപൊട്ടലുമൊക്കെ നഷ്ടപ്പെട്ട് നമ്മൾ അതിൻ്റെ ദുഃഖത്തിലാണ്. പക്ഷേ ആ ദുഃഖം നമ്മൾ പേറി നിൽക്കുമ്പോൾ തന്നെ ഈ ഇവിടുത്തെ മനുഷ്യരുടെ ഈ യാത്രാക്ലേശം കണ്ടുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയാത്തത് കൊണ്ടാണ് വളരെ അടിയന്തിരമായി നമ്മൾ ഇങ്ങനൊരു സമരത്തിന് പ്ലാൻ ചെയ്തത്. നിങ്ങളോട് ഞാൻ പറയുകയാണ്, അത് നിവൃത്തികേട് കൊണ്ടാണ് ഞങ്ങൾ ഇത്ര പെട്ടെന്ന് ഈ ഒരു സമരത്തിന് വേണ്ടി മുന്നോട്ട് വന്നത്. അപ്പോൾ എന്തായാലും മാളിയേക്ക് ഈ പാലം എത്രയും വേഗം സർക്കാർ ഉദ്ഘാടനം ചെയ്ത് തരുമെന്നും ഓഗസ്റ്റ് 15-നകം ഇതിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കും. അതോടൊപ്പം തന്നെ ഈ വയനാട്ടിലുണ്ടായ ഈ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയതും മറ്റു തരത്തിൽ ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരെ ഓർത്തുകൊണ്ട് ഒരു നിമിഷം നമ്മൾ മൗനം ആചരിക്കുകയാണ്. അവരുടെ ആത്മാവിന് മുക്തിസാധിക്ക് വേണ്ടി മൗനം ആചരിക്കുക. അടുത്തായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ പാലത്തിന് തുടക്കം കുറിച്ച് ഒരാളിനെ വിസ്മരിക്കാൻ നമുക്കൊരിക്കലും കഴിയില്ല. നമ്മുടെ മൺമറഞ്ഞു പോയ നമ്മുടെ മുൻ MLA ശ്രീ R. രാമചന്ദ്രൻ, ആ മനുഷ്യൻ്റെ അഹോരാത്ര പരിശ്രമം എനിക്ക് നേരിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആ മനുഷ്യൻ്റെ അഹോരാത്ര പരിശ്രമം ഒന്നുകൊണ്ടുകൂടി മാത്രമാണ് ഈ മാളിയേക്കൽ പാലം ഇങ്ങനൊരു റെയിൽവേ മേൽപ്പാലം ഉണ്ടാകാൻ കഴിയുന്നത്. അപ്പോൾ ആ നമ്മുടെ ആദരണീയനായ നമ്മളെ മൺമറഞ്ഞു പോയ നമ്മുടെ മുൻ MLA ശ്രീ R. രാമചന്ദ്രന്
ഈ മനുഷ്യാവകാശ സാമൂഹ്യ നീതി ഫോറത്തിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെയും താലൂക്ക് കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ കൂടി ഈ സന്ദർഭം വിനിയോഗിക്കുന്നു. അടുത്തായി നമ്മുടെ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായി നീതി ഫോറത്തിൻ്റെ കരുനാഗപ്പള്ളി താലൂക്കിൻ്റെ പ്രസിഡന്റ് മിസ്റ്റർ മെഹർഖാൻ ചേന്നലിനെ ക്ഷണിക്കുകയാണ്. മനുഷ്യാവകാശ സാമൂഹ്യ നീതി ഫോറം കരുനാഗപ്പള്ളി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഈ പ്രതിഷേധ സമരത്തിന് സ്വാഗതം പറയുന്നതിനായി താലൂക്ക് കമ്മിറ്റി അംഗവും സംസ്ഥാന കമ്മിറ്റി അംഗവും കൂടിയായ ശ്രീ മുഹമ്മദ് അവരുടെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാന്യനായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, മനുഷ്യാവകാശ സാമൂഹ്യനീതി ഫോറത്തിൻ്റെ താലൂക്ക് ചെയർമാൻ ശ്രീ മെഹർഖാൻ ചേന്നല്ലൂർ, ആദരണീയനായ സംസ്ഥാന ചെയർമാൻ അഡ്വക്കേറ്റ് KP മുഹമ്മദ്, ഈ സാമൂഹ്യ നീതി ഫോറത്തിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ തഴവ സത്യേൻ, ആദരണീയനായ ഈ ഫോറത്തിൻ്റെ കൺവീനർ ശ്രീ മൈദീൻ സാറ്, ഈ സാമൂഹ്യനീതി ഫോറത്തിൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ സ്വാമി സുഭാഷാനന്ദ സരസ്വതി, ഇതിൻ്റെ സംസ്ഥാന ഭാരവാഹികൾ, താലൂക്ക് കമ്മിറ്റി ഭാരവാഹികൾ, ബഹുമാന്യരായ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കൾ, ഇവിടെ വളരെ കാലികമായ ഒരു വിഷയം ഏറ്റെടുത്തുകൊണ്ടാണ് സംസ്ഥാന കമ്മിറ്റി ഈ താലൂക്ക് കമ്മിറ്റിയുടെ നിർദ്ദേശം ഏറ്റെടുത്തുകൊണ്ടാണ് ഇങ്ങനെയൊരു സമരപരിപാടിയുമായി മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, സാധാരണ നമ്മൾ ഈ മേൽപ്പാലങ്ങൾ അനുവദിച്ച് കിട്ടാനും അത് പണിയാനും വേണ്ടിയാണ് സമരം നടത്തുന്നത്. എന്നാൽ ഇന്ന് പണിഞ്ഞിട്ടിട്ട് ഏതോ ഒരു വ്യക്തിയുടെ അസൗകര്യം കൊണ്ട് ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളുടെ അസൗകര്യങ്ങളൊന്നും അല്ലാതാക്കിക്കൊണ്ട് ഈ മേൽപ്പാലം നാട്ടുകാർക്ക് തുറന്നു കൊടുക്കാതെ തുടർന്നു പോകുന്ന ഗവൺമെൻറ്റിൻ്റെ അനാസ്ഥയ്ക്കെതിരെയാണ് ഇവിടെ നമ്മളിങ്ങനെയൊരു സമരം നടത്തുന്നത്. ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് ആദരണീയനായ നമ്മുടെ കാടാശ്വാസ കമ്മീഷൻ്റെ അംഗം, കരുനാഗപ്പള്ളിയുടെ ഈ പ്രദേശത്തെ ഏറ്റവും ശക്തനായ ഒരു ജനകീയ നേതാവ് ശ്രീ KG രവി ചേട്ടൻ അവറുകളാണ്. നിങ്ങൾക്കറിയാം, ഈ രാജ്യത്തെ ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളുടെ വികാരം ഉൾക്കൊള്ളുന്ന ഒരു ജനസഞ്ചയമാണ് ഇതിൻ്റെ ഈ സമര പരിപാടിയുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇവിടെ തുടർന്ന് നമ്മുടെ എല്ലാ നേതാക്കന്മാരും, സംസ്ഥാനത്തെ കമ്മിറ്റിയുടെ മിക്കവാറും എല്ലാ ഭാരവാഹികളും ഇവിടെയുണ്ട്. അവരെല്ലാം ഈ കാര്യങ്ങൾ സംസാരിക്കുന്നുള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല, എൻ്റെ കർത്തവ്യത്തിലേക്ക് നടക്കും. ബഹുമാന്യനായ ഇതിൻ്റെ അധ്യക്ഷൻ, താലൂക്ക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ മെഹർഖാൻ ചേന്നലിനെ ഈ യോഗത്തിൻ്റെ പേരിൽ ആർദ്രമായി സ്വാഗതം ചെയ്തു. അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് KP മുഹമ്മദ് അവരുടെ ഈ യോഗത്തിലേക്ക്, ഈ പരിപാടിയിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്തു. ഈ യോഗത്തിൻ്റെ ഈ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ തഴവ സത്യൻ അവരുടെ ഈ യോഗത്തിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്തു. ഇതിൻ്റെ ഉപാധ്യക്ഷൻ സ്വാമി സുഭാഷാനന്ദ സരസ്വതി അവരുടെ ഈ യോഗത്തിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്തു. അതുപോലെ നമ്മുടെ ഈ സംഘടനയുടെ രക്ഷാധികാരി മൈദീൻ കുഞ്ഞ് IPS അവരുടെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇതിൻ്റെ സംസ്ഥാന ഭാരവാഹികളായ രാമചന്ദ്രൻ പിള്ള, പൂക്കുഞ്ഞ്, അഡ്വക്കേറ്റ് സലീം അൻസിരി തുടങ്ങി ഇതിൽ പങ്കെടുത്ത മുഴുവൻ ആൾക്കാരെയും, എല്ലാവരെയും ഇതിലേക്ക് അതോടൊപ്പം നമ്മുടെ വനിതാ മെമ്പറായ ശ്രീ രതിദേവി അവരുടെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ സംഘടനയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. മനുഷ്യാവകാശ സാമൂഹ്യനീതി ഫോറം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ മേഖലകളിൽ സാമൂഹിക വിഷയങ്ങൾക്കെതിരെ, അനാചാരങ്ങൾക്കെതിരെ, അസമത്വങ്ങൾക്കെതിരെ ശക്തമായ സമരം നയിച്ചു വരുന്ന സംഘടനയാണ്. ഇന്ന് ഈ സംഘടനയുടെ ഈ പരിപാടി ഇന്ന് സമരം ഉദ്ഘാടനം ചെയ്യുന്നത് സംസ്ഥാന കടാശ്വാസ കമ്മീഷൻ അംഗം കൂടിയായ ബഹുമാന്യ ശ്രീ KG രവി അവറുകളാണ്.
അതുപോലെ തന്നെ ഈ സംസ്ഥാന ചെയർമാൻ അഡ്വക്കേറ്റ് KP മുഹമ്മദ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ തഴവ സത്യൻ, റിട്ടയർഡ് IPS ഓഫീസർ കൂടിയായിരുന്ന ശ്രീ മൈദിങ് സാർ അടക്കം നമ്മുടെ സെക്രട്ടറി സ്വാഗതം പറഞ്ഞ ശ്രീ മുഹമ്മദ് ക അടക്കം, അതുപോലെ ഈ സംഘടനയുടെ മുഴുവൻ ചുമതലകളും വഹിച്ചുകൊണ്ട് എല്ലാ പരിപാടികളും പങ്കെടുത്തുകൊണ്ടും സംസ്ഥാനത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഓടി നടക്കുന്ന ശ്രീ സ്വാമി സുഖകാശ സരസ്വതി അവർ അടക്കം ബഹുമാന്യവരെ, നമ്മൾ ഇന്ന് നാടിന് വേണ്ട ഏറ്റവും ഒരു പ്രമാദമായ സമരത്തിലാണ് ഇന്ന് ഒത്തുകൂടിയിരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഈ കരുനാഗപ്പള്ളിയിൽ നിന്നും ഈ കിഴക്ക് ശാസ്താംകോട്ട കൊട്ടാരക്കര അടൂർ ഭാഗത്തേക്കുള്ള ഒരു യാത്രാ സൗകര്യമാണ് ഗവൺമെന്റിന്റെ അനാസ്ഥ മൂലം തടസ്സപ്പെട്ടിരിക്കുന്നത്. നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇതുമൂലം ഈ പാലത്തിന്റെ ഇരുകരകളിലും ബുദ്ധിമുട്ടിലേക്ക് മാറിക്കൊണ്ടേയിരിക്കുന്നത്. നമ്മുടെ കിഴക്കൻ നാടുകളിൽ വരുന്ന ഒരു രോഗിക്ക്, ഒരു ഗുരുതര രോഗിക്ക് പെട്ടെന്ന് ദേശീയപാതയിലേക്ക് വന്ന് മെഡിക്കൽ കോളേജിലേക്കും മറ്റും സഞ്ചരിക്കാൻ ഏറെ ബുദ്ധിമുട്ടിലേക്ക് മാറിയിരിക്കുകയാണ്. ജീവൻ പോലും അപകട ഭീഷണിയിലാണ് ഈ പാലം നിൽക്കുന്നത്. അനേക വർഷങ്ങളായിട്ടാണ് ഈ പാലത്തിന്റെ പണി ഇതുവരെയാക്കിയത്, ഇത് പൂർത്തീകരിക്കാതെ കിടക്കുന്നത്. എന്ന് മാത്രമല്ല, ഇന്ന് നാട്ടുകാർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് ഈ പാലത്തിന്റെ ഈ പണി ഇങ്ങനെ കിടക്കുന്നത്. ഗവൺമെന്റിന്റെ പണം ഉപയോഗിച്ച്, സമ്പത്ത് ഉപയോഗിച്ച് ഈ പാലം ഇതുവരെ ചെയ്തെന്നുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കാൻ വേണ്ടി മന്ത്രിമാരുടെ സൗകര്യമല്ല നോക്കേണ്ടത്, ജനങ്ങളുടെ ആവശ്യമാണ്. ഞങ്ങളുടെ സംഘടന പ്രതീക്ഷിക്കുന്നത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ, ആഗസ്റ്റ് 15 നമ്മുടെ സ്വാതന്ത്ര്യദിനമാണ്, ആ ദിവസത്തിന് മുമ്പ് തന്നെ ഈ പാലം ജനങ്ങൾക്ക് വേണ്ടി താൽക്കാലികമായിട്ടെങ്കിലും തുറന്നു കൊടുക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾ നീട്ടുന്നില്ല. ഈ യോഗത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ആദരണീയനായ കർഷക കടാശ്വാസ പദ്ധതി ചെയർമാനും അംഗവും അതുപോലെ തന്നെ നമ്മുടെ സാമൂഹ്യ മേഖലയിലെ നിറസാന്നിധ്യവുമായ ജ്യേഷ്ഠ സഹോദരൻ ശ്രീ KG രവി അവകളെ ഉദ്ഘാടന കർമ്മത്തിനായി ക്ഷണിച്ചുകൊടുക്കുന്നു. കരുനാഗപ്പള്ളിയെ കിഴക്കൻ മേഖലയുമായി ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാലമാണ് ഹിമാലയക്കൽ പാലം, റെയിൽവേ മേൽപ്പാലം. ജനങ്ങളുടെ ചിരകാല പ്രതീക്ഷ, വളരെയേറെ സമ്മർദ്ദങ്ങൾക്കും സമരങ്ങൾക്കും ശേഷമാണ് ഈ റെയിൽവേ മേൽപ്പാലത്തിനകത്ത് ഇവിടെ ഇത് ഉൾപ്പെടുത്തിയത്. ഇതിനോടൊപ്പം ഒവ്വാക്കാവ്, ചിറ്റുമൂല, മൈനാഗപ്പള്ളി എല്ലാം ഉൾപ്പെടുത്തിയെങ്കിലും ഇത് അന്ന് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി വളരെയേറെ പരിശ്രമിച്ചതാണ്. KC വേണുഗോപാലും കൊടിക്കുന്നിൽ സുരേഷും എല്ലാം കൂടി നിന്നതാണ്. പക്ഷേ ഇതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോയത് ശ്രീ രാമേന്ദ്രൻ MLA ആയിരുന്ന കാലത്താണ്. റവന്യൂ വകുപ്പിലെ സ്വാധീനം ഉപയോഗിച്ച് തൻ്റെ സ്വന്തം നാടെന്നുള്ള നിലയിൽ അദ്ദേഹം ആത്മാർത്ഥമായി ഇതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം വന്ന CR മഹേഷും ഇക്കാര്യത്തിൽ വളരെയേറെ മുൻകൈയെടുത്ത് പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും പെട്ടെന്ന് ഇതിന് പാലം പണി പൂർത്തിയായത്. ആഗസ്റ്റ് 2 മന്ത്രി റിയാസ് പൊതുമരാമത്ത് ടൂറിസം മന്ത്രി ഉദ്ഘാടനം ചെയ്യുമെന്ന് MLA അറിയിച്ചതാണ്. പക്ഷേ എന്ത് കാരണത്താലോ അത് അട്ടിമറിക്കപ്പെട്ടു. ആ തീയതി മാറ്റിവെക്കപ്പെട്ടിരിക്കുന്നു. എന്നത്തേക്ക് മാറ്റിവെച്ചു, എപ്പോൾ നടക്കുമെന്ന് ആർക്കും ഒരു രൂപമില്ലാത്ത സ്ഥിതിയിലാണ്. ഈ പ്രദേശത്തെ ആളുകൾക്ക് നേരത്തെ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ആശുപത്രി പോകുന്നതിനോ കുട്ടികൾക്ക് വിദ്യാഭ്യാസ സൗകര്യങ്ങൾ അനുസരിച്ച് നാഷണൽ ഹൈവേ പോകുന്നതിനോ ഒക്കെ ഉള്ള ഒരു പ്രധാനപ്പെട്ട എന്തുകൊണ്ടാണ്. ഇപ്പോൾ ട്രെയിൻ പണ്ടതുപോലെ അല്ല. ഒരു പ്രാവശ്യം ഗേറ്റ് അടച്ചാൽ 3 വണ്ടി വരെ പോയി കഴിഞ്ഞ ശേഷം ഗേറ്റ് തുറക്കത്തുള്ളൂ. അപ്പോഴത്തേക്ക് 3/4 മണിക്കൂർ 1 മണിക്കൂർ വരെ റെയിൽവേ ക്രോസിന്റെ കല്ലേലി ഭാഗത്തും അതുപോലെ തന്നെ ഈ ഇടക്കുളങ്ങരയും കിടക്കേണ്ട ഗതികേട് നമുക്കുണ്ടായിട്ടുണ്ട്. അത്യാവശ്യമായ പല പരിപാടികൾക്കും വരുമ്പോൾ ഞാൻ തന്നെ പലപ്പോഴും 1 മണിക്കൂർ കൂടുതൽ അവിടെ ഉൾപ്പെട്ട് കിടക്കേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. വളരെ അപകടകരമായ അവസ്ഥയാണ്. അത് മുമ്പേ പോകാൻ വേണ്ടിയുള്ള തിടുക്കത്തിൽ ഒരുപാട് അപകടങ്ങൾ നടന്നിട്ടുണ്ട്. ഈ ഒരു സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് പത്രമാധ്യമങ്ങളും സാമൂഹിക സംഘടനകളും എല്ലാം തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും എല്ലാം എത്രയും വേഗം ഇതിന്റെ പണി പൂർത്തിയാക്കണം എന്നുള്ള ജനങ്ങളുടെ നിരന്തരമായ ആവശ്യം അനുസരിച്ചാണ് ഇതിന്റെ പണി പൂർത്തിയാക്കിയിട്ട് മാസങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് ഉദ്ഘാടനം ചെയ്യുന്നില്ല. ഇപ്പോൾ ജനങ്ങൾക്ക് വേണ്ട ഒരു പ്രധാനപ്പെട്ട ആവശ്യം അംഗീകരിക്കുവാൻ പത്രമാധ്യമങ്ങളിലൂടെയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സാമൂഹിക സംഘടനകളും ആവശ്യപ്പെട്ടിട്ടും അധികാരികൾ അത് കൈക്കൊള്ളാത്ത ഒരു അവസ്ഥയിൽ ഇത് തുറന്നു കിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് മനുഷ്യാവകാശ കമ്മീഷന്റെ നീതിഫോറം മുന്നോട്ട് വന്നതിൽ ഞാൻ അവരെ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. കാരണം മറ്റാരും മുന്നോട്ട് വരാത്ത ഒരു സാഹചര്യത്തിൽ ജനങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വളരെ അടിയന്തരമായി കരുനാഗപ്പള്ളിയും കിഴക്കൻ പ്രദേശങ്ങളുമായി ബന്ധിക്കപ്പെടുന്ന ഈ മേൽപ്പാലത്തിന്റെ ഉദ്ഘാടനം വളരെ പെട്ടെന്ന് തന്നെ 24 മണിക്കൂറിനകം നടത്താൻ കഴിയുമെങ്കിൽ അത്രയും നന്ന് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ജനങ്ങളുടെ ജനകീയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഈ മനുഷ്യാവകാശ നീതി ഫോറം നടത്തുന്ന ഈ സമരത്തിന്
ബഹുജനങ്ങളുടേതായ പിന്തുണയുണ്ട്, സഹായമുണ്ട് എന്ന് ഈ അവസരത്തിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതിന്റെ ഭാരവാഹികൾ സന്ദർഭത്തിൽ തുയർന്നുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്നതിൽ അവരെ അഭിനന്ദിക്കുകയും അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് നമ്മുടെ സ്വാതന്ത്ര്യ ദിനമായ ആഗസ്റ്റ് 15 എന്ന ഒരു അൾട്ടിമേറ്റ് ഡേറ്റ് ഇതിന്റെ ഭാരവാഹികൾ ഇവിടെ വച്ചിട്ടുണ്ട്. ഈ പ്രസിഡന്റും ജനറൽ സെക്രട്ടറി ഇവിടെ ഉന്നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ 15-നകം ഈ പാലത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ആര് നടത്തുന്നു എന്ന് നമുക്ക് പ്രശ്നമല്ല, എത്രയും പെട്ടെന്ന് നടത്തി ജനങ്ങൾക്ക് യാത്രാ സൗകര്യം ഒരുക്കിക്കൊണ്ട് ഈ യാത്ര ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് പരിഹാരം കാണുവാൻ സർക്കാർ മുന്നോട്ട് വരണം. വന്നില്ലെങ്കിൽ അതൊരു ജനകീയ സമരമായി 15-ാം തീയതിക്ക് ശേഷം ഈ സംഘടന നേതൃത്വത്തിൽ നടക്കും എന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും അഭിനന്ദിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട നാട്ടുകാരുടെ എല്ലാ പിന്തുണയും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഔപചാരികമായി നിങ്ങളുടെ അനുമതിയോടുകൂടി ഈ സമരം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ജയ്. യോഗം സംസ്ഥാന അധ്യക്ഷൻ ശ്രീ അഡ്വക്കേറ്റ് കെ പി മുഹമ്മദ് നിങ്ങളോട് സംസാരിക്കും. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ തികച്ചും മര്യാദകെട്ട ഒരു സമ്പ്രദായമാണ് ഇപ്പോൾ ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്നത്. ഒരു പാലം പണിയുന്നതിനുള്ള അധ്വാനം, അതിൻ്റെ ചെലവ്, അതിൻ്റെ കാലം നഷ്ടപ്പെട്ടു പോയ കാലം, ഇതിനെല്ലാം പരിഹാരമായി അവർക്ക് തുറന്നു കൊടുക്കുന്നതിന് പകരമായിട്ട് അതിനുശേഷം എല്ലാ പണിയും തീർന്നിട്ട് ഈ പറയുന്ന രീതിയിൽ കാവലിരിക്കുകയാണ്. പേർഷ്യയിൽ നിന്ന് അവിടെ നിന്ന് ഇവിടുന്നും ഒക്കെ വന്ന ഈ പറയുന്ന രീതിയിൽ ഈ അരിച്ചു കഴിഞ്ഞിട്ട് മോർച്ചറിയിൽ വെച്ചിരിക്കുന്ന പോലെ ഈ പാലം ഗവൺമെൻറ് മോർച്ചറിയിൽ വെച്ചിരിക്കുകയാണ്. 2-ാം തീയതി എന്ന് പറഞ്ഞത് അവർക്കത് എന്തിനാണ് മാറ്റിയതെന്ന് പോലും പറയുന്നില്ല. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം, ഈ 15-ാം തീയതിക്ക് മുമ്പായിട്ട് ഈ പാലം തുറന്നു കൊടുത്ത് ജനങ്ങൾക്ക് തുറന്നു കൊടുത്തില്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യ സമര മുന്നേറ്റ ജാഥ ഈ 15-ാം തീയതി ഈ പാലത്തിൽ കൂടി വീതിപാലം നടത്താൻ തീരുമാനിക്കും. എല്ലാ ജനങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഒരു വലിയ മുന്നേറ്റം, ഈ പാലം നിറയുത്ത രീതിയിലുള്ള ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് പാലത്തിൽ കയറി സ്വാതന്ത്ര്യ ദിന യാത്ര നമ്മൾ പ്രഖ്യാപിക്കുകയും നടത്തുകയും ചെയ്യുക. അപ്പോൾ ആ രീതിയിൽ അതുപോലുള്ള ഒരു അക്രമമൊന്നുമല്ല. ഇതൊരു സംഭവം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് സാധാരണ അതിവിപുലമായ അല്ലെങ്കിൽ അതിമഹത്തായ ഒരു പാരമ്പര്യം നമ്മുടെ രാജ്യത്തിനുള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഈ കാണിക്കുന്ന കാര്യങ്ങൾക്കൊന്നും വേറെ ഒരു രാജ്യത്തെയും ജനങ്ങൾ സഹിക്കത്തില്ല. ബംഗ്ലാദേശിലെ രാജാതിരാജയായിട്ടിരുന്ന ഹസീനായ ഒരു ദിവസം കൊണ്ടാണ് വേറെ ആരുമില്ല ഒരു വിദ്യാർത്ഥി സമരം നടത്തിയതിന് ശേഷം അവർ തള്ളിക്കയറിയപ്പോഴാണ് ഓടിപ്പോയത്. ഇവിടെ ഗവൺമെൻറ് അങ്ങനെ ഈ പറയുന്ന മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിമാരും ഓടിപ്പോകാൻ ഒരു ബുദ്ധിമുട്ടുള്ള, പക്ഷെ നമ്മുടെ ജനങ്ങൾ അതീവ പാരമ്പര്യവും പുരാതനവുമുള്ള സംസ്കാര സമ്പന്നമായ ഇന്ത്യ മഹാരാജ്യത്തിലെ ജനങ്ങൾ എന്നുള്ള രീതിയിൽ അതിൻ്റെ എല്ലാ സംസ്കാരവും സമന്വയവും പാലിപ്പിച്ചുകൊണ്ട് നമ്മൾ സമാധാനമായി ജീവിക്കുന്നവരായ ഒറ്റ കാരണം കൊണ്ട് തന്നെയാണ് ഈ ഗവൺമെൻറ്റും കാര്യങ്ങളും ഒക്കെ ഇവിടെ നിലനിൽക്കുന്നത്. അതിനെ കൂടുതൽ പരീക്ഷിക്കാതെ, ജനങ്ങളുടെ ക്ഷമ പരീക്ഷിക്കാതെ, ജനങ്ങളുടെ ക്ഷമ എപ്പോഴാണ് പൊട്ടിപ്പോകുന്നതെന്ന് നമുക്കറിയാവുന്നില്ല. ഏത് സമയത്തും ഇത് ആളിക്കത്തി കയറാനും സെക്രട്ടേറിയറ്റും പാർലമെൻറ്റും ഒക്കെ പിടിച്ചടക്കാനും ഒരു ആവേശം തുടങ്ങുന്നതിന് വലിയ സമയവും കാലമൊന്നും. പക്ഷെ അതുകൊണ്ട് ആ തരത്തിലുള്ള പരീക്ഷണത്തിന് നിൽക്കാതെ ഗവൺമെൻറ്റിന് അധികാരമുണ്ടെന്ന് ചട്ടത്തിൽ എഴുതിയിരിക്കുന്ന അവകാരമുണ്ട്, അതെല്ലാം കൂടെ ഏറ്റുപിടിച്ചുകൊണ്ട് അവർക്ക് അധികാരമുണ്ടെന്ന് പറഞ്ഞ് പിടിച്ചു നിന്നാൽ യാതൊരു കാരണവശാലും അത് അംഗീകരിക്കാൻ സാധ്യമല്ല. ഈ പറഞ്ഞ രീതിയിൽ ഇതിനുള്ള എല്ലാവിധമായിട്ടുള്ള സമരസന്നാഹവുമായി 15-ാം തീയതി നമുക്ക് ഈ പാലത്തിൽ കൂടെ കടന്നു പോകണം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അധ്യക്ഷൻ ബദർ ഖാൻ, നമ്മുടെ ഉദ്ഘാടകൻ എൻ്റെ കൂട്ടുകാരനായ രവി, നമ്മുടെ സംസ്ഥാന ചെയർമാൻ കെ പി മുഹമ്മദ് സാഹിബ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി സത്യൻ, പ്രിയമുള്ള സംസ്ഥാന ഭാരവാഹികളെ, സ്വാമി, സംസ്ഥാന ഭാരവാഹികളെ, താലൂക്ക് മെമ്പർമാരെ, താലൂക്ക് ഭാരവാഹികളെ, വളരെ ആളുകൾക്ക് ശേഷം എന്നാൽ ഒരുപാട് പാടുപെട്ടാണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ദിവസവും പത്രപ്രസ്താവന നടത്തി പാലം പണിയണമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ സംഘടനകൾ ഒരുപാട് വോട്ട് ചെയ്തിട്ടും അന്ന് ഞങ്ങൾ ഒരുപാട് പാടുപെട്ട് രാമേന്ദ്രനെ അറിയിക്കുകയും അന്നത്തെ MLA വളരെ കാര്യക്ഷമമായി എടുത്തെങ്കിലും പിന്നെ അത് വളരെ ലേറ്റായെങ്കിലും പാലം നിർമ്മിച്ച് കളിയതാ. അതിൻ്റെ ബദലായിട്ട് 2-3 താലൂക്ക് മാത്രമല്ല പത്തനംതിട്ട ജില്ലയിൽ പോലും ആളുകൾ പോകുന്ന വഴി ഇതാണ്. അത്രയ്ക്ക് ആളുകൾ വളരെ ഡെയിലി വളരെ ദുരിതം അനുഭവിക്കുന്ന ഈ സ്ഥലത്ത് എത്രയും പെട്ടെന്ന് ഈ ഒരു സംഭവം തുറന്നു കൊടുക്കാത്തതിൽ മന്ത്രിമാർക്ക് സമയമില്ല എന്നൊരൊറ്റ പോയിന്റാണ് ഈ പറയുന്നത്. അവർക്ക് സമയമില്ല. ആ 2-ാം തീയതി ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചതാണ്. പക്ഷെ ആ മന്ത്രി മാറ്റി ആ മന്ത്രിയെ വേണ്ട വേറെ വേണമെന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി വരാമെന്ന് പറയുന്നു. ഇത് ആര് വരുമെന്ന് ഇപ്പൊ ആർക്കും MLA പോലും അറിയാൻ വയ്യാത്തൊരു സംഭവമാണിത്. അതുകൊണ്ട്
നമ്മുടെ ചെയർമാൻ പറഞ്ഞ പോലെ 15-ാം തീയതിക്ക് മുമ്പ് ഈ ഉദ്ഘാടനം നടന്നില്ലെങ്കിൽ സാമൂഹിക നീതി ഫോറം കംപ്ലീറ്റ് നാട്ടുകാരെ സംഘടിപ്പിച്ചുകൊണ്ട് പാലത്തിൽ കൂടെ നടന്നു പോകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ എല്ലാ ആശ്രമം നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. സംസ്ഥാന വൈസ് ചെയർമാൻ ശ്രീ മൈദി കുഞ്ഞു സാർ. സൈഡിൽ കൂടെ അല്ലേ വാങ്ങുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ മെഹർ ഖാൻ, നീതിവാദത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ KP മുഹമ്മദ്, ഈ മഹത്തായ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ശ്രീ KG രവി, സഹോദരന്മാരെ, സഹോദരികളെ, കുഞ്ഞുങ്ങളെ കളിപ്പിക്കുന്ന പോലെ ആഹാരം കൊടുക്കാതെ ഇങ്ങനെ നീട്ടിയിട്ട് മാറ്റുന്നത് പോലെ ജനങ്ങളെ കളിയാക്കുന്ന രീതിയിലുള്ള ഒരു സമീപനമാണെങ്കിലും ആദ്യം മുഖ്യമന്ത്രിയുടെ മരുമകൻ വന്ന് ഉദ്ഘാടനം ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞ് അമ്മാവനത് വെച്ചു കൊടുത്തു, അത് ഏറ്റെടുത്തു. ഇപ്പൊ അമ്മാവനെ കാണാൻ മരുമകനെ കാണാൻ. അപ്പൊ ജനങ്ങളെ സമരത്തിലേക്ക്, നീതിവാദത്തിന് ഈ സമരത്തിലേക്ക് തള്ളിവിട്ടത് ഗവൺമെന്റാണ്. ഈ വെയിലത്ത് വന്ന് ബുദ്ധിമുട്ടി ഇവിടെ നിൽക്കേണ്ട ആവശ്യം നമുക്കില്ല. പക്ഷെ കൊടിയ ഒരു അനീതിയാണ് നമ്മുടെ മുമ്പിൽ നടക്കുന്നത് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് നാം ഇന്നിവിടെ വന്നത്. അതുകൊണ്ട് ഇത് തുടർന്നും സമരമായിട്ട് ഈ സംഘടന മുന്നോട്ട് പോകുന്നതിലൂടെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾക്ക് കാറിലോ നടന്നോ ഒന്നും വരാതെങ്കിൽ ഓൺലൈനായിട്ടെങ്കിലും ഉദ്ഘാടനം ചെയ്ത് നാളെ തന്നെ ഇത് പൂർത്തീകരിക്കണമെന്നുള്ള അപേക്ഷയാണ് എനിക്ക് ഗവൺമെന്റിനോട് വെക്കാനുള്ളത്. ഇതിനേക്കാളും വലിയ മീറ്റിങ്ങുകളും വലിയ സമ്പർക്കങ്ങളും ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ശാസ്ത്ര യുഗത്തിൽ അതിന് നിങ്ങൾക്ക് സാധിച്ചിരിക്കും. നിങ്ങൾ വെറുതെ കസേര വരയ്ക്കുന്നതുകൊണ്ട് എന്ത് പ്രയോജനമാണ്? ജനങ്ങളെ നിങ്ങൾ പ്രതികരിക്കുന്നില്ലെന്ന് പറയാൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങളോട് സംസാരിച്ചു. ഈ യോഗത്തിൽ പറയാനുള്ള കാര്യങ്ങളെല്ലാം എല്ലാവരും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് എനിക്ക് ഒറ്റ വാക്കേ പറയാനുള്ളൂ. ഇത് ജനങ്ങളുടെ ഈ രാജ്യത്തെ മാത്രമല്ല യാത്രക്കാരെ മുഴുവനും ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ഒരു അക്രമമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു മോചനം ലഭിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. അതുകൊണ്ട് ഈ വരുന്ന 15-ാം തീയതി വന്ന അന്തിമമായ ഒരു തീയതി, 14-ാം തീയതി ഒരു അന്തിമ തീയതി പറഞ്ഞിരിക്കുകയാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യമൊക്കെ ആഗസ്റ്റ് 15-ാം തീയതി ഈ പാലം അതിനു മുമ്പ് തുറന്നു കൊടുത്തില്ലെങ്കിൽ ഈ ജനങ്ങൾ ഈ നീതിഭാരത്തിന്റെ നേതൃത്വത്തിൽ തുറന്നു കൊടുക്കും. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിരിക്കുകയാണെന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ ഈ യോഗത്തിന് മുഴുവൻ പേർക്കും നന്ദി അറിയിച്ചു. നമസ്കാരം. ഇനി ആഗസ്റ്റ് 15-നുള്ളിൽ ഇത് നടത്തി കൊടുക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. 65 കോടിയോളം രൂപ സംസ്ഥാന സർക്കാർ മുടക്കിയാണ് ഈ പാലം നിർമ്മിച്ചിട്ട് 2 മാസത്തിൽ കൂടുതലായി പാലം പണി പൂർത്തീകരിച്ചു. പക്ഷേ ഇവിടെ സമീപ പ്രദേശത്തുള്ള ആളുകളെല്ലാം കൂടി അടുത്ത ഗേറ്റുകളിൽ ചെന്ന് കിടന്ന് വളരെയേറെ ത്യാഗപ്പെടുകയും കഷ്ടപ്പെടുകയും സ്ത്രീകൾ ഉൾപ്പെടെ മറിഞ്ഞു വീണ് പരിക്കേക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 മാസം മുമ്പ് പണി പൂർത്തിയായ ഈ പാലം എന്തുകൊണ്ട് സർക്കാർ ഇത് തുറന്ന് പൊതുജനങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് മനുഷ്യാവകാശ ഫോറം ഇന്ന് ഞങ്ങളെ ഇതിന് പ്രേരിപ്പിച്ചത്. അപ്പോൾ ഞങ്ങൾ വളരെ അടിയന്തിരമായി ഈ പാലം ഗവൺമെൻറ് തുറന്ന് പൊതുജനങ്ങൾക്ക് കൊടുക്കണം എന്നാണ് ഞങ്ങളുടെ ഡിമാൻഡ്. സമയം ദൈർഘ്യം ഒഴിവാക്കിക്കൊണ്ട് ഈ യോഗത്തിന് നന്ദി അർപ്പിക്കുന്നതിനായി ശ്രീമതി രതീദേവി അവർകളെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യാവകാശ കമ്മീഷൻ ഫോറം നടത്തിയ ഈ സമരം എന്തുകൊണ്ട് ഏറ്റവും പ്രയോജനം ചെയ്യുന്നതാണെന്ന് നമ്മൾക്കറിയാം. എങ്കിലും ഈ കൂടുതൽ സമയമായി ഇവിടെ എല്ലാവരും വന്നിട്ട് കറക്റ്റ് 10 മണിക്ക് വന്നതാണ്. ഇത്രയും സമയമായി. പിന്നെ വെയിൽ വരുന്നു, പനി, പലർക്കും അസുഖങ്ങളുള്ളതാണ്. അതുകൊണ്ട് നമ്മൾക്ക് ഫോറം ഇത് പിരിച്ചുവിടാൻ തീരുമാനമായതിനാൽ ഞാൻ ഇവിടെ വന്ന എൻ്റെ പ്രിയപ്പെട്ട അധ്യക്ഷൻ അദ്ദേഹത്തിനും മറ്റ് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത എല്ലാവർക്കും, പ്രത്യേകിച്ച് ആരെയും എടുത്തു പറയുന്നില്ല, എല്ലാവർക്കും വന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്